ആ അപ്പൊ നോക്കാം. നമ്മുടെ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന പാഠത്തിലെ ഒന്നാമത്തെ എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. പ്രിയ ബോട്ട് വെച്ചാൽ പ്രിയ വാങ്ങിച്ചു എന്തൊക്കെയാണ്? എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ്. എന്തോ സ്ലിപ്പർ എന്ന് പറഞ്ഞു? ബാഗ് പിന്നെ സ്ലിപ്പർ. എന്തോ സ്ലിപ്പർ? ചെരുപ്പ്. ചെരുപ്പ്. നമ്മൾ സാധാരണ സ്ലിപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പാരയുടെ ഒക്കെ ചെരുപ്പൊന്നുമില്ല, റബ്ബറിന്റെ ചെരുപ്പ് ആണ് സ്ലിപ്പർ എന്ന് പറയുന്നത്. ഒരു സ്ലിപ്പർ കൂടെ വാങ്ങിച്ചു. എത്ര രൂപയ്ക്ക്? 1100. അപ്പൊ ബാഗിനും സ്ലിപ്പറിനൂടെ ചേർത്ത്, ബാഗിനും ചെരുപ്പിനൂടെ ചേർത്ത് എത്ര രൂപയാണ്? 1100. ഇനി ബാക്കി വെച്ചാട്ടെ. ദ ബാഗ് കോസ്റ്റസ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പർ. എന്നുവെച്ചാ ബാഗിന് സ്ലിപ്പറിനേക്കാൾ 300 രൂപ കൂടുതലുണ്ട്. ചെരുപ്പിന് എത്ര രൂപയാണോ വില, അതിനേക്കാൾ 300 രൂപ കൂടുതലുണ്ട്. ആർക്ക്? ബാഗിന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ സ്ലിപ്പർ? സ്ലിപ്പറിന്റെ വില എന്താണ്? ചെരുപ്പിന്റെ വില എന്താണ്? അടുത്ത ചോദ്യം. ആൻഡ് ദ പ്രൈസ് ഓഫ് ദി ബാഗ്, ബാഗിന്റെ വില എന്താണ്? ഇങ്ങനെ ഒരു സംഗതി നിങ്ങൾ വർക്കിംഗ് കോളത്തിൽ എഴുതിയായിരുന്നോ? ഇല്ല. അപ്പൊ ആദ്യം ചോദ്യം വായിച്ചിട്ട് ഇങ്ങനെ ഷോർട്ട് ആക്കി എഴുതണം. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമുണ്ട്. ഇത് വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയായിരുന്നോ? ഇല്ല. അപ്പൊ എഴുതിയായിരുന്നോ? ഈ ഞാനിപ്പോ ബോർഡിൽ എഴുതിയിട്ടേക്കുന്ന സംഗതി വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയായിരുന്നോ? ഇല്ല. അപ്പൊ അത് വർക്ക് ചെയ്യും. നമ്മൾ ഏത് ചോദ്യം വായിച്ചാലും 2-3 സെന്റൻസ്, ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ഒക്കെ കാണും. ഇതാവുമ്പോൾ നമുക്ക് ഇനി ആൻസർ എഴുതാൻ എളുപ്പമാണ്. ഇനി ഇത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ വില എക്സ് ആയിട്ട് എടുക്കും? ചെരുപ്പിന്റെ വില. എന്താ കാര്യം? ചെരുപ്പിന്റെ വിലയേക്കാൾ 300 രൂപ കൂടുതലാണ് ബാഗിന്റെ വില. അപ്പൊ ചെരുപ്പിന്റെ വിലയല്ലേ എക്സ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. എഴുതിയാട്ടെ. പ്രൈസ് ഓഫ് ദ സ്ലിപ്പർ. പ്രൈസ് ഓഫ് ദി സ്ലിപ്പർ. അപ്പൊ മലയാളത്തിൽ ചെരുപ്പ് പ്രൈസ് ഓഫ് ദി സ്ലിപ്പർ, ചെരുപ്പിന്റെ വില സമം എക്സ് ബ്രാക്കറ്റിൽ സപ്പോസ്. അപ്പൊ വിച്ച് ഇംപ്ലൈസ് ഉണ്ടല്ല ആണെങ്കിൽ ബാക്കി പറ. പ്രൈസ് ഓഫ് ദി ബാഗ്, ബാഗിന്റെ വില സമം എക്സ് പ്ലസ് 300. ഇത്രയും ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. അപ്പൊ ഇത്ര എഴുതിയോ? ഇത്ര എഴുതിയില്ല. എഴുതും. പ്രൈസ് ഓഫ് ദി ബാഗ് ഈക്വൽ ബാഗിന്റെ വില സമം എക്സ് പ്ലസ് 300. അതിന് സുരേഷ് എഴുതിയോ? ഓക്കെ. ഇനി എന്ത് എഴുതും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? അപ്പൊ എഴുതുക. ബാഗ് പ്ലസ് സ്ലിപ്പർ ഈക്വൽ 1100 ബ്രാക്കറ്റിൽ ഗിവൺ ആണോ? വിച്ച് ഇംപ്ലൈസ് എന്താണ് ബാഗിന്റെ വില? എഴുതുക. എക്സ് പ്ലസ് 300 പ്ലസ് സ്ലിപ്പറിന്റെ വില എക്സ് ഈക്വൽ 1100 1100 ആണോ? എക്സ് പ്ലസ് എക്സ് അപ്പൊ 2x പ്ലസ് 300 ഈക്വൽ 1100 1100. എഴുതാത്തവർ എന്നോട് എഴുതിക്കോണേ. അപ്പോൾ 2x ഈക്വൽ ടു 1100 1100. ഈ ഇടതുവശത്ത് 300 എന്ത് ചെയ്തിരിക്കുന്നു? ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിൽ കൂട്ടിയിരിക്കുന്നു, ആഡ് ചെയ്തേക്കുന്നു. അത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. -300. അപ്പോൾ 2x ഈക്വൽ ടു 1100 നിന്ന് 300 കുറച്ചാൽ 800. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എന്തോ കിട്ടും? 800. ഈ ഇടതുവശത്ത് 2 കൊണ്ട് എന്ത് ചെയ്തേക്കുന്നു? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പുറത്ത് കൊണ്ടുപോയാൽ
ഡിവൈഡ് ചെയ്യണം 800/2. അപ്പോൾ എക്സ് ഈക്വൽ 800/2 400 400. ഓക്കെ, ആരുടെ വില കിട്ടി? എക്സിന്റെ വില. ഈ എക്സ് ആരാ? അപ്പൊ എഴുതുക വെൻ എക്സ് ഈക്വൽ, ഞാൻ ബോർഡ് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് വലത്തോട്ട് എഴുതുന്നത്, നിങ്ങൾ താഴോട്ട് എഴുതണം. വെൻ എക്സ് ഈക്വൽ 400, എക്സ് സമം 400 ആയാൽ, പറഞ്ഞാട്ടെ, പ്രൈസ് ഓഫ് സ്ലിപ്പർ, പ്രൈസ് ഓഫ് സ്ലിപ്പർ ഈക്വൽ എക്സ്. ആ എക്സിന്റെ വില 400. അടുത്തത് പ്രൈസ് ഓഫ് ബാഗ്, ബാഗിന്റെ വില എക്സ് പ്ലസ് 300 ഈക്വൽ 400 പ്ലസ് 300. 400 പ്ലസ് 300 700. ഇതിന്റെ രണ്ടിന്റെയും കൂടെ രൂപ, റുപ്പീസ് എന്നെഴുതണം. നമ്മുടെ ഉത്തരം ശരിയാണോ നോക്കിക്കേ. സ്ലിപ്പറിന്റെ വിലയായ 400 കൂടി 300 കൂട്ടുമ്പോഴാണ് ബാഗിന്റെ വിലയായ 700 കിട്ടുന്നത്. ഇനി ഈ രണ്ട് വിലയും കൂടെ കൂട്ടിക്കേ. സ്ലിപ്പറിന്റെ വിലയായ 400-ഉം ബാഗിന്റെ വിലയായ 700 കൂടെ കൂട്ടുന്നു. 0 0 7 4 11. എത്ര കിട്ടും? 1000. ഈ 1100 അല്ലേ ടോട്ടൽ പ്രിയ കടയിൽ കൊടുത്തേക്കുന്ന പൈസ എന്ന് പറയുന്നത്? നമ്മുടെ ആൻസർ കറക്റ്റ് അല്ലേ? ആണോ? ആണ്. ഓക്കെ, അപ്പോ ശരിയാണോ ആൻസർ? ശരി. ഓൾ സ്റ്റാൻഡപ്പ്. വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഒന്ന് വായിച്ചാട്ടെ. എന്തോ ചോദ്യം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ സം ഓഫ് 2 numbers ഈസ് 26. എന്തോ അപ്പോ മലയാളം? രണ്ട് സംഖ്യകളുടെ തുക 26. എന്ന് പറഞ്ഞാൽ ഏതോ രണ്ട് നമ്പർ എടുത്ത് കൂട്ടിയപ്പോൾ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 26 കിട്ടി, 26 കിട്ടി. അടുത്തത് ആ രണ്ട് നമ്പറുകളുടെ ഡിഫറൻസ്, വ്യത്യാസം എടുത്തപ്പോ, അതായത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. ഇപ്പൊ രണ്ട് നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ 26 കിട്ടണം. അതേ രണ്ട് നമ്പർ കുറയ്ക്കുമ്പോൾ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 4 കിട്ടണം. എങ്കിൽ എന്തോ ചോദ്യം? വാട്ട് ആർ ദി നമ്പേഴ്സ്? ഇങ്ങനെ ഒരു സംഗതി നിങ്ങൾ വർക്കിംഗ് കോളത്തിൽ എഴുതിയിട്ടായിരുന്നോ? ഇല്ല, എഴുതിയാട്ടെ. സം ഈക്വൽ 26. അപ്പൊ എഴുതുമ്പോ തുക സമം 26. ശരിയാ? ഡിഫറൻസ് ഈക്വൽ വ്യത്യാസം സമം 4. ഓക്കെ, നമുക്ക് രണ്ട് നമ്പർ വേണ്ടേ? ഏതൊക്കെയാ രണ്ട് നമ്പർ? എക്സും വൈയും. എഴുതുക. ഫസ്റ്റ് നമ്പർ ഈക്വൽ ഫസ്റ്റ് നമ്പർ ഈക്വൽ എക്സ്. ഒന്നാമത്തെ സംഖ്യ സമം എക്സ്. അപ്പൊ അടുത്ത വരിയിൽ രണ്ടാമത്തെ സംഖ്യ സമം സെക്കൻഡ് നമ്പർ ഈക്വൽ വൈ. ബ്രാക്കറ്റിൽ സപ്പോസ്. ഇതിലാർക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി ക്വസ്റ്റ്യനകത്തിലെ ആദ്യത്തെ കണ്ടീഷൻ എന്തുവാ? എഴുതുക. സം ഈക്വൽ തുക സമം 26 26 ബ്രാക്കറ്റിൽ ഗിവൺ. ആരുടെ സം? ആരുടെ തുക? എക്സിന്റെയും വൈയുടെയും. അപ്പൊ വിച്ച് ഇംപ്ലൈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ 26. വരച്ച് ബോക്സിലിടുക. ഇക്വേഷൻ നമ്പർ 1. ഇനി പിന്നെ എന്ത് പറഞ്ഞേക്കുന്നത്? ഡിഫറൻസ് 4. അപ്പൊ എഴുതുക ഡിഫറൻസ് ഈക്വൽ 4. വ്യത്യാസം സമം 4. ആരുടെ ഡിഫറൻസ്? ആരുടെ വ്യത്യാസം? അപ്പൊ വിച്ച് ഇംപ്ലൈസ് എക്സ് മൈനസ് വൈ ഈക്വൽ എക്സ് മൈനസ് വൈ ഈക്വൽ 4. അപ്പൊ ഡിഫറൻസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഡിഫറൻസ് ഈക്വൽ വ്യത്യാസം സമം 4 ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് എക്സ് മൈനസ് വൈ ഈക്വൽ 4.
വരച്ച് ബോക്സിലിടുക. ഇക്വേഷൻ നമ്പർ 2. ഇതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വരുന്ന രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും. അപ്പൊ അവിടെ എത്തിയാൽ ഇതൊരു എളുപ്പ മാർഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് വേണ്ട ഈ രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടോ, ഇതിനകത്തിൽ നിന്ന് എക്സിന് ഞാനൊരു വില കണ്ടുപിടിക്കാൻ പോകും. നോക്കിക്കേ, എക്സ് ഈക്വൽ 4 ഈ മൈനസ് വൈ അപ്പുറത്ത് പോട്ടെ. അപ്പൊ എഴുതുക എക്സ് ഈക്വൽ 4 പ്ലസ് വൈ. എവിടുന്നാ കിട്ടിയത്? എക്സിൽ നിന്ന് വൈ കുറച്ചാൽ 4 കിട്ടും. എങ്കിൽ എക്സ് കിട്ടാൻ 4നോട് കൂടി വൈ കൂട്ടിയാൽ മതി. ഇത് എവിടെ നിന്ന് എഴുതിയത് നമ്മൾ? രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് കൊണ്ടുപോയി നമ്മൾ എവിടെ കൊടുക്കുക? ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് കൊടുക്കാം. എഴുതുക put this value in equation number 1. മലയാളത്തിൽ ഈ വില സമവാക്യം 1-ൽ ആരോപിച്ചാൽ. എഴുതിയോ? ഈ വില സമവാക്യം 1-ൽ ആരോപിച്ചാൽ. അടുത്ത വരി ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് സമവാക്യം 1 ഇങ്ങനെ മാറും. പറഞ്ഞാട്ടെ എങ്ങനെ മാറുന്നേ? എക്സിന് പകരം 4 പ്ലസ് വൈ എന്ന് കൊടുക്കണം. പറഞ്ഞാട്ടെ. പറഞ്ഞോ, ശരിയാ. എക്സിന് പകരം 4 പ്ലസ് വൈ. 4 പ്ലസ് വൈ പ്ലസ് വൈ ഈക്വൽ 26. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഒന്നുമില്ല. ഒന്നാമത്തെ ഇക്വേഷനകത്ത് കിടക്കുന്ന എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 4 പ്ലസ് വൈ എന്നുള്ള വില കൊടുത്തു. അല്ല, അങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? അങ്ങനെ എഴുതിയതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? ഈ ഇക്വേഷൻ ഇപ്പം മൊത്തത്തിൽ എന്തിലായി? വൈയിൽ മാത്രമായി. എന്തിൽ മാത്രമായി? അപ്പൊ വേണ്ടേ 4 അതുപോലെ തന്നെ എഴുതിക്കോ. y പ്ലസ് വൈ 2y ഈക്വൽ 26. ബോർഡ് കാണുന്നില്ല. അപ്പൊ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് അവിടുത്തെ നെറ്റിന്റെ കുഴപ്പം കൊണ്ടാ കേട്ടോ. 4 പ്ലസ് 2y ഈക്വൽ 26. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 2yയുടെ വില എങ്ങനെ പിടിക്കും? 2y ഈക്വൽ 26. 26 ഈ പ്ലസ് 4 അപ്പുറത്ത് ചെല്ലുമ്പോ -4. അപ്പോൾ 2y ഈക്വൽ 26 4 കുറച്ചാൽ 22. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് മുമ്പേ പറഞ്ഞു നിർത്തിയത്. 4 പ്ലസ് 2y ഈക്വൽ 26 എഴുതിയായിരുന്നോ? അപ്പൊ 2y ഈക്വൽ 26. ഈ ഇടതുവശത്ത് കിടക്കുന്ന +4 വലതുവശത്ത് ചെല്ലുമ്പോ -4. അപ്പൊ 2y ഈക്വൽ 26-ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ അപ്പൊ എഴുതുക 2y ഈക്വൽ 22. അപ്പൊ y ഈക്വൽ 22/2. അപ്പൊ y ഈക്വൽ 11. 6 വില കിട്ടി. അതായത് രണ്ടാമത്തെ നമ്പർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആരെ ആവശ്യമുണ്ട്? എക്സിന്. അത് കണ്ടുപിടിക്കും. ഒന്നുകിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ അല്ലെ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്താൽ 6 വില കിട്ടും. 6 വില കിട്ടും. എക്സിന്റെ വില എഴുതുക. പുട്ട് y ഈക്വൽ 11 ഇൻ ഇക്വേഷൻ നമ്പർ 1. പുട്ട് y ഈക്വൽ 11 ഇൻ ഇക്വേഷൻ നമ്പർ. അടുത്ത വരിയിൽ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പറഞ്ഞാട്ടെ. വിട്ടുന്നില്ല. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പറഞ്ഞോ. എക്സ് പ്ലസ് വൈക്ക് പകരം 11 ഈക്വൽ 26 എഴുതിയപ്പോ അപ്പൊ എക്സ് ഈക്വൽ 26 പ്ലസ് 11 അപ്പുറത്ത് പോട്ടെ -11. അപ്പൊ എക്സ് ഈക്വൽ 26-ൽ നിന്ന് 11 കുറയ്ക്കണം. എത്ര? 15. അപ്പൊ എക്സും കിട്ടി വൈയും കിട്ടി. ആണോ? കിട്ടിയോ? അപ്പൊ അടുത്ത വലിയ എഴുതുക.
ഫസ്റ്റ് നമ്പർ ഈക്വൽ അതൊരു ഉത്തരം എഴുതി കഴിഞ്ഞോ? ആ ഫസ്റ്റ് നമ്പർ ഈക്വൽ ആദ്യത്തെ സംഖ്യ സമം എക്സ് ഈക്വൽ 50. അടുത്തത് രണ്ടാമത്തെ സംഖ്യ സമം സെക്കൻഡ് നമ്പർ ഈക്വൽ y ഈക്വൽ 11. ഓക്കെ, ഈ കിട്ടിയ ഉത്തരം ശരിയാണോ? എങ്ങനെ ഉറപ്പിക്കും? തന്നെ നമ്മുടെ കണ്ടീഷൻ കിടക്കും. ആദ്യം ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യണം. വർക്കിംഗ് കൂടത്തിലൂടെ ആഡ് ചെയ്തേ 15 + 11 15 + 11. 15 11 കൂട്ടിയാൽ 26. അപ്പൊ സമ്മ 26 കിട്ടുന്നില്ലേ? കൂട്ടിയപ്പോൾ 26 കിട്ടുന്നില്ലേ? ഓക്കെ, ഇനി ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം. പറഞ്ഞാട്ടെ 15 - 11 ആൻസർ ഉണ്ടോ? അപ്പൊ ഡിഫറൻസ് വ്യത്യാസം 4 കിട്ടുന്നുണ്ടല്ലോ. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ്. അപ്പൊ എഴുതി കഴിഞ്ഞോ? വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം.